നമസ്കാരം, സഹപാഠിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടോർക്കും ആംഗുലർ മൊമെൻറ്റും എന്താണെന്ന് നമ്മൾ വിശദീകരിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ടോർക്കും ആംഗുലർ മൊമെൻറ്റും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ റൊട്ടേഷണൽ അനലോഗാണ്, അല്ലെങ്കിൽ കറങ്ങാൻ സഹായിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പൊതുവെ വിളിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷനിലേക്ക് വരുമ്പോഴുള്ള ഒരു മൊമെൻറ്റം ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് വസ്തുക്കളും എന്തായാലും ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ ന്യൂട്ടൻ്റെ രണ്ടാം ചലനനിയമത്തിൽ പഠിച്ചത് എന്താണ്? ഒരു വസ്തുവിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റത്തിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അപ്ലൈ ചെയ്യപ്പെട്ട ഫോഴ്സ് അറിയണമെങ്കിൽ ആ വസ്തുവിൽ സംഭവിച്ച ലീനിയർ മൊമെൻറ്റത്തിൻ്റെ അല്ലെങ്കിൽ നോർമൽ മൊമെൻറ്റത്തിൻ്റെ മാറ്റത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി എന്നുള്ളത്. അല്ലെങ്കിൽ dp/dt = F എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റൊട്ടേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടോർക്കും ആംഗുലർ മൊമെൻറ്റവും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എടുക്കുന്നു. L = R × P എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ L = R × P എന്ന് പറയുന്ന ഇക്വേഷനെ ടൈമിനനുസരിച്ച് നമുക്കൊന്ന് ഡെറിവേറ്റീവ് എടുത്തു നോക്കാം. അതായത് ടൈമിനനുസരിച്ച് ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സമയത്തിനനുസരിച്ചുള്ള ഇതിൻ്റെ മാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ dL/dt = d/dt of R × P എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ d/dt of R × P എങ്ങനെ ചെയ്യും? കാരണം R × P എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, വെറും പ്രോഡക്റ്റ് അല്ല, ഒരു വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്രോഡക്റ്റിനെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് നമുക്കൊരു നിയമമുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നിയമമുണ്ട്. പ്രോഡക്റ്റ് റൂൾ ഓഫ് ഡെറിവേറ്റീവ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്, ആറും ഉണ്ട് പിയും ഉണ്ട്. അതിൽ ഒരു ക്വാണ്ടിറ്റിയെ ആദ്യം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക, രണ്ടാമത്തെ ക്വാണ്ടിറ്റിയെ ഡെറിവേറ്റീവ് എടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ക്വാണ്ടിറ്റിയെ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുക, ആദ്യത്തെ ക്വാണ്ടിറ്റിയെ ഡെറിവേറ്റീവ് എടുക്കുക. രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? പി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് ആറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ നമുക്ക് dr/dt × P എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. പ്ലസ് ആറ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താം, R × dp/dt എന്നുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതിൽ dr/dt എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും വെലോസിറ്റിയാണ്, അല്ലേ? ലീനിയർ വെലോസിറ്റിയാണ് നമ്മൾ dr/dt എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ലീനിയർ വെലോസിറ്റി dr/dtയെ ലീനിയർ വെലോസിറ്റി v ആയിട്ട് എഴുതി ക്രോസ് m × v എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. പ്ലസ് R × dp/dt എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് dp/dt എന്ന് പറയുന്നത് F ആണ്. അപ്പോൾ R × F എന്ന് നമുക്ക് രണ്ടാമത്തെ ടേമും കിട്ടും. M എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ മാറ്റിക്കഴിഞ്ഞാൽ V × V എന്നുള്ളൊരു ടേം ആയിരിക്കും നമുക്ക് താഴെ കിട്ടുക. ഒരേ ക്വാണ്ടിറ്റികൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? V × sin θ എന്നുള്ളതാണ് V × V യുടെ അർത്ഥം. അപ്പോൾ വിയും വിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്, sin θ 0 ആണ്, അപ്പോൾ V × V എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആ ഒരു ടേം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തേ ഉള്ളൂ? R × F എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. താഴെ എഴുതാം dL/dt = R × F. നമുക്ക് എന്താണെന്ന് അറിയാം, ടോയാണ് അല്ലെങ്കിൽ ടോർക്കാണ്. അപ്പോൾ ടോ എന്ന് നമുക്ക് എഴുതാൻ ശരിക്കും ഈ ഒരു ഇക്വേഷൻ dL/dt = ടോ എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടാൽ നമുക്കൊന്ന് മനസ്സിലാവും. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമത്തിൽ നമ്മൾ കണ്ടതുപോലെ dp/dt = F എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ തന്നെ പി യുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നിരിക്കുന്നു? L വന്നിരിക്കുന്നു. അതായത് ആംഗുലർ മൊമെൻറ്റം. മൊമെൻറ്റത്തിന് പകരം ആംഗുലർ മൊമെൻറ്റവും ഫോഴ്സിന് പകരം ഇവിടെ ടോർക്കും വന്നിരിക്കുന്നു. അതാണ് ആ ഒരു ഇക്വേഷൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷനാണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിനെയാണ് നമ്മൾ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ കിട്ടുന്ന മൊത്തത്തിലുള്ള ടോർക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടൈമിനനുസരിച്ചുള്ള ഒരു വസ്തുവിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം മെഷർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വലിയ ബോഡി ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു പോയിന്റിലുള്ള ആംഗുലർ മൊമെൻറ്റം മാത്രമാണ് നമ്മൾ ആദ്യം മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു റിജിഡ് ബോഡിയുടെ മൊത്തം ആംഗുലർ മൊമെൻറ്റം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പോയിന്റിലുള്ള ആംഗുലർ മൊമെൻറ്റം നമ്മൾ ആഡ് ചെയ്ത് ഒരു സം എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു റിജിഡ് ബോഡിയുടെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കിട്ടും. അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ L1, L2, L3, L4, L5 എന്ന് പറയുന്ന Ln എന്ന് പറയുന്ന n പാർട്ടിക്കിൾസിൻ്റെ ആംഗുലർ മൊമെൻറ്റം നമ്മൾ നോക്കി. അപ്പോൾ അതിൻ്റെ സം എടുക്കുക, അതായത് ക്യാപിറ്റൽ L കൊണ്ട് സൂചിപ്പിക്കാം. ക്യാപിറ്റൽ L = സ്മോൾ L1 + L2 + L3 + എക്സെട്ര അപ് ടു Ln വരെ സം ചെയ്യുക. സിഗ്മ i = 1 to n Li എന്ന് കൊടുക്കാം. അപ്പോൾ ആ കിട്ടിയ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ
ടൈം റേറ്റ് ഓഫ് ചേഞ്ച് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു റിജിഡ് ബോഡിയിലേക്ക് നമ്മൾ നെറ്റായിട്ട് കൊടുക്കുന്ന ടോർക്കും നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് d(L/dt) ടോ എക്സ്റ്റേണൽ, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്, ഇന്റേണൽ ആയിട്ട് എന്ത് ടോർക്ക് സംഭവിച്ചാലും അതെല്ലാം എന്തായും ക്യാൻസലായി പോയി ബാക്കി പുറത്തുനിന്ന് വരുന്ന ആ ഒരു ടോർക്ക് മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ന്യൂട്ടന്റെ രണ്ടാം ചലനനിയമത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളവിടെ പറഞ്ഞ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഇവിടെയും dL/dt ടോ എക്സ്റ്റേണൽ, പുറത്തുനിന്ന് കൊടുക്കുന്ന ടോർക്കാണ് നമ്മൾ കണക്കിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള റിലേഷനിൽ പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ടോപ്പിക്കുകളും താഴെ പറയുക. വീണ്ടും രസകരമായിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് അടുത്തൊരു അധ്യായത്തിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.